നടക്കുന്ന ഇത് എന്ത് വേഷടി ഒരു വരുന്ന കാത്തിക്ക ഞാൻ റൂം അതിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു കൂടി വന്നാൽ ചിലപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പം ഞാൻ ആ റൂം ഒന്ന് കാണിച്ചു തരാം പോരെ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഗായ്സ് ഞങ്ങൾ രണ്ടാളും ഒരു യാത്രയിലാണ് കേട്ടോ. ഇന്ന് ട്രാവലിങ്ങിലാണ്. നമ്മളൊരു ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്, കിക്കിന്റെ പ്രോഗ്രാം ഉണ്ട്. നമ്മളെ ചാലക്കുടി വെച്ച് കണ്ടു. അപ്പോൾ കുറച്ച് നേരം വൈകിട്ടോ വണ്ടി വരുന്നുണ്ട്. ഞങ്ങൾ റോഡ് സൈഡിന്റെ ഒരു സൈഡിൽ നിന്നിട്ടാണ് ഇൻട്രോ കടിക്കുന്നത് കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ പോരാൻ കരുതിയിരുന്നു. പക്ഷെ രാവിലെ തന്നെ 5 മണിക്ക് പോരാന്ന് വിചാരിച്ചാണ്. പക്ഷെ ഞങ്ങൾ രണ്ടാൾ നീച്ചത് 7 മണിക്കായി പോയി. അപ്പൊ എന്തായാലും ഞങ്ങൾ പോണ വഴിയാണ് ഈ ഒരു സ്ഥലത്ത്. നമ്മള് പട്ടാമ്പി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 60 കിലോമീറ്റർ ഉണ്ട് നമ്മളെ ലൊക്കേഷനിലേക്ക്. അപ്പൊ കുറച്ചും കൂടി ഓടിയപ്പോ കാലൊക്കെ ഒന്ന് വേദന എടുത്തപ്പോ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വിചാരിച്ച് നിർത്തിയതാണ്. ഒന്നാമത് മൈക്ക ഇല്ല കേട്ടോ. സൗണ്ട് കുറച്ചൊക്കെ ഇതുണ്ടാവും. മൈക്ക് ഉണ്ട് സംഭവം, പക്ഷെ മൈക്ക് ബാഗിൽ ഞങ്ങൾ പാക്ക് ചെയ്ത് ഔത്ത് കയറ്റി. ഇനിയിപ്പോ എടുത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനാണ്. അപ്പൊ ഏതായാലും നമ്മള് വീഡിയോ അടിപൊളി വീഡിയോ കേട്ടോ, അടിപൊളി പ്രോഗ്രാമാണ് നടക്കുന്നത്. അപ്പൊ അതിന്റെ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ വരും. അപ്പൊ നമ്മളപ്പോ എന്ത് പ്രോഗ്രാമാന്നുള്ളത് നമ്മൾ ആ പ്രോഗ്രാമിന്റെ ഒരു വ്ളോഗ് ഇടുന്നുണ്ട്, അതിൽ നമ്മൾ കറക്റ്റ് പറഞ്ഞു തരാം. അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് ചാലക്കുടി പോണതും ഈ ഒരു യാത്രേന്റെ ഒരു വ്ളോഗും കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് നല്ല ഫിലിം ആക്ടേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടൊവിനോ, അതുപോലെ തന്നെ ബേസിലൊക്കെ നമ്മളെ ജനപ്രിയ നായക ദിലീപ് വരുന്നുണ്ട്. അതേമാതിരി നമ്മളെ കേരളത്തിന്റെ അഭിമാന താരം ക്രിക്കറ്റിലെ സഞ്ജു വരുന്നുണ്ട്, സഞ്ജു താമസം വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സഞ്ജു ദാമോദരൻ വരുന്നുണ്ട്. നമ്മളെ അനൗൺസർ പറഞ്ഞാല് എന്താ പറയാ, കുറെ പേര് വരുന്നുണ്ട്. ഈ ഭാഗം ഓരോന്നോരോന്ന് എടുത്ത് പറഞ്ഞിട്ട് ഇവിടെ സൗണ്ട് അടക്കം കേൾക്കണില്ല മനുഷ്യര്. അപ്പൊ എന്തായാലും വണ്ടീന്റെ ഭയങ്കരമായ സൗണ്ടാണ്. അപ്പൊ നമുക്ക് ഈ പോണ വഴി ഇങ്ങനെ വീഡിയോ ഒക്കെ ഇങ്ങനെ കണ്ടു നോക്കി നിങ്ങൾ അല്ലേ. അപ്പൊ ഗൈസ് വാച്ച് ദ വീഡിയോ. അപ്പൊ നമ്മള് തൃശ്ശൂർ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ചൂടുകൊണ്ട് കുറച്ച് വെള്ളം കൂടി നമ്മളെ പ്ലാനൊക്കെ പൊട്ടി. നമ്മളിപ്പോ ഈ നേരത്തെ നമ്മൾ 10 മണിക്കെങ്കിലും അവിടെ ലൊക്കേഷൻ എത്ര കരുതിയില്ലോ ഫുള്ള് പാല്. അതിനൊരു വേറെ സംഭവം ഉണ്ടായി. നമ്മള് മറ്റേ ഗ്രാമീണ ബാങ്കാണ്, അതാണ് ഇന്ന് വർക്ക് ചെയ്യുന്നില്ല അല്ലേ. ഗൂഗിൾ പേ വർക്ക് ചെയ്തിട്ടില്ല, ATM പൈസ കാണില്ല. ഭയങ്കര വെയിലാണ് ഗൈസ്. അപ്പൊ നല്ല രസമുണ്ട്. സാധാരണ വെള്ളം ഒഴിച്ചാൽ തട്ടാന് അപ്പൊ സൗണ്ട് ഈ മറ്റേ അതിന് മെഷീന്റെ സൗണ്ട് ഉണ്ടാകുന്ന ചിലപ്പോൾ കുറച്ച് ക്ലാരിറ്റി അമ്മിടും. അങ്ങനെ നേരത്തെ പറഞ്ഞല്ലോ മൈക്ക ബാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് പൊളിച്ചാൽ പറ്റുക. അല്ലെങ്കിൽ തന്നെ അതിന്റെ ഷർട്ടിന് ആ കയറ് പൊട്ടിപ്പെട്ടാണ്. തൃശ്ശൂരിലാണ് ഉള്ളത്. ഇനി ഇവിടെ 38 കിലോമീറ്ററുള്ളൂ 1 hour യാത്ര. നമ്മളെ മറ്റേ കോയമ്പത്തൂർ എറണാകുളം ടൈം ഉണ്ടല്ലോ, ആ എത്തിയപ്പിന് മൺവല്ല അടിച്ചു കയറി പോവാ. 12:33 നമ്മളവിടെ എത്ര ടൈം കാണിച്ചു. ഇനിയിപ്പോ ഒരു 10:23 പോയില്ലേ എന്നെ കിട്ടും. അപ്പൊ ഗൈസ് നമ്മള് റൂം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോ ബിന്ദിയും പിന്നെ മോളും കൂടി വരുന്നുണ്ട്. അതുപോലെ ട്രെയിനിലാണ് വന്നത്. അതുപോലെ വെയിറ്റ് കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിങ്ങനെ റൂമിന്റെ മുകളിൽ 2ാം നിലയിലാണ്. അപ്പൊ അടിക്കാൻ പറ്റിക്കുക ഒരു വരുന്ന കാത്തിക്ക. ഞാൻ റൂം അതിൻ്റെ ഉള്ളിലൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു കൂടി വന്നാൽ ചിലപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ ഞാൻ ആ റൂം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മളെ റൂം. 4 ബെഡാണ് വരുന്നത്. 4 അല്ല 3 ബെഡ് വരുന്നുണ്ട്. അത് മുട്ടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ ഇങ്ങനെയൊക്കെയാണ് റൂമിൻ്റെ ഒരു അതാഗതി വില്ലേജും കിടക്കുന്നത്. അന്നപ്പം തന്നെ ഡ്രസ്സും ഒക്കെ ഒരു സ്ഥലത്ത് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഇടാനുള്ളതൊക്കെ. നല്ല സ്പേസ് ഉണ്ട് കബോർഡിനൊക്കെ വന്നിട്ട്. ടോയ്ലറ്റ് വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയാണ് ടോയ്ലറ്റ് വരുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ടോയ്ലറ്റാണല്ലോ. പിന്നെ അതാ TV ഉണ്ട്, നമ്മൾക്ക് കണ്ണാടിയുണ്ട് ഗൈസ്. അപ്പോൾ കണ്ണാടി ഉണ്ട്. എനിക്ക് റൂം നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ്. കണ്ടോ, ഇങ്ങനെയാണ് റൂം വരുന്നത്. ഇത് നമ്മൾ കറക്റ്റ് എനിക്ക് സ്പേസ് കറക്റ്റ് അറിയില്ല, എവിടെ സ്ഥലം എന്ന് കറക്റ്റ് എനിക്ക് പറഞ്ഞാൽ അറിയില്ല. 1000 ആണ് നമ്മളെ റൂമിന് റെൻറ്റ് വരുന്നത്. അപ്പോൾ ബിന്ദിയും അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോ ഫുഡിങ് കൂടി വരുന്നുണ്ട്. ഓര് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ.
ഭയങ്കര എക്സൈറ്റ്മെന്റിലാട്ടോ. കാരണം പറഞ്ഞാല് ആദ്യമായിട്ടല്ല കേട്ടോ വിനോദിന്റെ ദിലീപിനെ കണ്ട്. അതെ, ഇമ്മത്തെ ആൾക്കാരുടെ കൂടെ നമ്മള് ഫസ്റ്റ് ആയിട്ടാണ് ഒരു ഫംഗ്ഷനിൽ പോവാൻ വേണ്ടി പോണത്. അപ്പൊ ഞാനും ബാബു കൂടി ഇപ്പൊ ഇതിന്റെ മുകളിൽ റോട്ടൊക്കെ നോക്കി നിക്കാണ്. ഇപ്പൊ മരം കാണില്ല അല്ലേ, വണ്ടി ഓട്ടോസ് ഇറങ്ങണ കണ്ടു. അങ്ങോട്ട് പോയി ഞാൻ അവളോട് ഒരു സോപ്പ് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്നു. അതിന് വേണ്ടിട്ടാണ് സോപ്പ് മറന്നു ഞാൻ. അപ്പൊ ഞാൻ അവളോട് സോപ്പ് കൊണ്ടുപോയി. അപ്പൊ അത് വാങ്ങാൻ വേണ്ടി പോയി. ഇത് ഞങ്ങൾ നിക്കണ ഞങ്ങളെ റൂം വരുന്ന 2ാം നിലയില അല്ലേ ബാബു? കൊറേ സ്റ്റെപ്പ് 3-4 സ്റ്റെപ്പ് കയറി വരണം. എന്താണോ അപ്പം ഓര് വന്നിട്ട് വെള്ളം ബാക്കിയുള്ള നമ്മൾ ഫുഡ് ചെറുതായിട്ട് ഫുഡ് ഒന്നും കഴിച്ചില്ല. അപ്പൊ അത് ഞാൻ 3-4 റൂം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കിട്ടിയില്ല. ഏകദേശം ഇവിടെ റൂമൊക്കെ ഒന്ന് ഫില്ലാണ്. അപ്പൊ ഞങ്ങൾ 2 റൂമിന്റെ നമ്മളെ അതിന്റെ അടുത്ത് തൊട്ടടുത്ത് നോക്കി. ഇത് നമ്മൾ ഡി സിനിമാസിന്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ റാഫേലിന്റെ ഇത് വരുന്നത് അവിടെ കുറെ നോക്കി. ഞങ്ങൾ റൂമൊക്കെ 2 റൂം കുറെ നോക്കി. അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാരണം ഒന്നാമത് ഈ ലഗേജ് ഒക്കെ പാടി തൂക്കി പിടിച്ച് നടക്കണം. ഇവിടെയാണ് നമ്മുടെ റൂം. ഇനിയിപ്പോ ഒരു വരട്ടെ റോട്ടുമ്പോ കണ്ണും നട്ട് നിൽക്കാണ്. പരിപാടി പൊളിക്കും. നമ്മള് വന്നപ്പോ ആ ഒരു പ്രോഗ്രാം നടക്കുന്ന ഭാഗത്തു കൂടെ വന്നത്. ഞാൻ ആ ടൈമിൽ വീഡിയോ എടുക്കാൻ മറന്നു. ഇനി ഓരോരുത്തരെ വന്നിട്ട് 3 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ടൈം ഒക്കെ ആവുമ്പോഴത്തേനും മാറ്റി ഇവിടുന്ന് പോണല്ലേ. രണ്ടും ഉണ്ട് അവിടെ. അപ്പൊ ഇങ്ങോട്ട് ഞാൻ വിചാരിച്ച സൗണ്ട് പിഞ്ഞു സ്റ്റെപ്പ് തന്നെയാണല്ലോ എന്ന്. നിങ്ങൾ ഇതറിഞ്ഞേ, ഞാനും വിചാരിച്ചു എത്തപ്പോ ഇവര് ഇനി റൂം എടുക്കില്ല മാറ്റണില്ല എന്നൊക്കെ ഞാനിങ്ങനെ വിചാരിച്ചു. നടക്കുന്ന ഇത് എന്ത് വേഷടി? അത് മനസ്സിലായി. ഗോവക്ക് വന്ന ഒരു ഫീല്. സോപ്പാട്ട് അപ്പൊ ഗൈസ് നമ്മള് ഒരുങ്ങലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബിന്ദൊക്കെ റെഡി ആക്കണം. ബിന്ദ കളഞ്ഞ ഞാൻ ഫുൾ ഗോവ ടച്ച് ബീച്ച് കാണാൻ പോണേ. അപ്പൊ ആ ഒരു കണ്ടുകണ് ഞാൻ നിങ്ങൾ വരുമ്പോ തന്നെ ഞാൻ കാട്ടി കൊടുത്തിക്കണ്. അതെ, എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാ ഗൈസ്. പോരെ വലിയ കഥ നോക്കടാ. ബാബു ഇതാ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇത്രയും നേരം ഷീറ്റ് മാസ്ക് ഇടുന്നു കേട്ടോ, ഇട്ട് കളിക്കുന്നതാണ്. പൈസ എത്താൻ ഉണ്ടോ? ഹായ് പറയ്. ഹായ് ചുള്ളനൊക്കെ വെച്ച് ഗള്ളി ഒരേ തുടി കറി ഒക്കെയാണ്. അപ്പൊ ഗൈസ് അങ്ങനെ നമ്മളിതാ പരിപാടിക്ക് വേണ്ടി ഒരുങ്ങി കെട്ടി പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. 4 മണി ആവാനായി. അപ്പൊ എന്തായാലും നമ്മള് പോവട്ടെട്ടോ. കുറച്ചങ്ങോട്ട് പോണം പ്രോഗ്രാം നടക്കുന്നിടത്തേക്ക്. അപ്പൊ നമുക്ക് പോവല്ലേ. അപ്പൊ ഞങ്ങൾ പോവാണ്. ഞാൻ ബാബുവിന്റെ ഇന്ത്യ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാട്ടാ. ബാബുവിന്റെ ലുക്ക് ഇതാ എങ്ങനെയാണ് കേട്ടോ. ഒരേ കാരന്റെ അതേ ഷർട്ടിന്റെ അതേ കാരം മുണ്ടൊക്കെ ഇങ്ങാണ്ട്. ബാബുവോ ഇങ്ങോട്ടൊക്കെ അന്നല്ലേ പാൻറ് ഇട്ട് കാണണം. കുറെ പേർക്ക് ഇതുണ്ട്. ഇപ്പോഴത്തെ നിർത്തിയാണല്ലേ. ആദ്യം ഞാൻ ദോരന്ന് നീ പാൻറ് ഒന്ന് മാറ്റി തുണിയാക്കിയാൽ മതിയെന്ന് വന്ന്. അപ്പം ഇൻഷാ അല്ലാ അല്ലേ. ഇതാണ് ദിലുവിന്റെ ഔട്ട്ഫിറ്റ്. ഞങ്ങളിതാ റൂമൊക്കെ എത്തിക്കാണ് കേട്ടോ. ബാബു ആകെ ക്ഷീണിച്ചിക്കണ. അവിടെ എല്ലാരും ഹിപ്നോട്ടിസും കാര്യങ്ങളൊക്കെ കണ്ടുങ്ങാണ്ടിട്ടോ. അപ്പൊ ഗൈസ് നമ്മളുടെ എന്തിന്റെ ഈ തീക്കാനല്ലേ നമ്മള് ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ അതിന്റെ അടുത്ത വീഡിയോയില് ഗൈസ് അടിപൊളി വീഡിയോ ആണ് കിക്കിന്റെ പ്രോഗ്രാമിന്റെ വീഡിയോ. അപ്പൊ കണ്ടവരൊക്കെ പോയി കണ്ട് സപ്പോർട്ടാക്കുക. അപ്പൊ ഗൈസ് എന്താണ് പാപ്പ പറയാനുള്ളത്? ഇന്നത്തെ അടിപൊളി പരിപാടി കേട്ടോ. ചാലക്കുടി വെച്ച് കണ്ട് നമ്മളെ കേരളത്തിന്റെ ഒരു ഫിലിം സിറ്റി ഫസ്റ്റ് എന്റെ അഭിപ്രായം തോന്നുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ. നമ്മളെ ചാലക്കുടി ഫിലിം സിറ്റി നമ്മളെ റാഫേലും KIC കൂടി കിക്കും കൂടിയും സംയുക്തമായിട്ട് അതിന്റെ ഉദ്ഘാടനം കാര്യമൊക്കെ ആയിരുന്നു. പിന്നെ ഒരു കുറെ സംഭവങ്ങളുണ്ട്. എന്തൊക്കെ പറയാൻ എനിക്കറിയില്ല. കാരണം സെറ്റ് പരിപാടി അത്ര അതിനെ കുറിച്ച് പറയാനുള്ളൂ.
അങ്ങനെ ഞങ്ങൾ ആ റൂമൊക്കെ എത്തിക്കണിഞ്ഞ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് മേലൊക്കെ കഴുകി ഒന്ന് കെടുക്കണം. കാരണം ഇന്ന് രാവിലെ മുതൽ യാത്ര ചെയ്യുന്നില്ല ബാബുവോ. ഇന്ന് ഒഴിയാത്ത ഞങ്ങൾക്ക് രണ്ടാക്കും ഭയങ്കര റെസ്റ്റ് ഇല്ലാത്തൊരു ദിവസമായിരുന്നു ഇന്ന്. ഏതായാലും നമ്മളിപ്പോൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യണം. അപ്പോൾ ഉറങ്ങണം കേസ്, ഉറങ്ങാൻ കുളിച്ചിട്ട് ചെയ്യണം. ഇപ്പം ഞങ്ങളെ കുളിയൊക്കെ കഴിഞ്ഞിങ്ങാണ്ട് സമാധാനത്തിൽ എടുക്കാന്ന് വിചാരിക്കാണ്. അപ്പം പറഞ്ഞ പോലെ തന്നെ പോവാൻ നേരത്തെ ബിന്ദിയും അതുപോലെ തന്നെ ഓട്ടോ ഫുഡിങ് കൂടി ഉണ്ടായിരുന്നു നമ്മളെ കൂടെ. അങ്ങനെ ഒരു നാട്ടിൽ തിരിച്ചു. അങ്ങനെ നമ്മുടെ ഓട്ടോ ഫുഡി ബിന്ദി ഉണ്ടായിരുന്നു. ഓരങ്ങനെ പോയി.